ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനത്തെ ഒരു മോഡലുള്ള ഒരു മൂവിയാണ് പൈങ്കിളി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പോർഷൻസ് ഉണ്ട്, ഞാൻ ചിരിച്ച ഒരുപാട് പോർഷൻസ് മൂവിയിലുണ്ട്. പക്ഷേ ഒട്ടും വർക്കാവാത്ത അല്ലെങ്കിൽ ഒട്ടും കണക്റ്റ് ആവാത്ത ഒരുപാട് കോമഡീസ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ചില ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് എനിക്ക് നന്നായിട്ട് തോന്നിയ പോർഷൻസ് ഉണ്ട്, ഭയങ്കര ഓവറായിട്ട് തോന്നിയ ഒരുപാട് പോർഷൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു 2.5 മണിക്കൂർ തിയേറ്ററിലിരുന്ന് കണ്ടപ്പോൾ ആൾക്കാരുടെ കൂടെ ഒക്കെ ആ ഒരു വൈബിൽ അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ ഒരു ആവേശം പോലെയോ പ്രേമലു പോലെയോ ആ ഒരു എൻറ്റയർ മൂവി ഭയങ്കര വൈബൊക്കെ തന്നു, ഭയങ്കര ഫുൾ ആൻഡ് ഫുൾ ചിരിച്ചു മറിച്ചു അങ്ങനെയല്ല. പക്ഷേ ഓവറോൾ ഇങ്ങനത്തെ കുറച്ച് കുഴപ്പങ്ങൾ ആ സിനിമയ്ക്കുണ്ട്. അത് മാറ്റി നിർത്തിയ മൂവി എൻജോയ് ചെയ്തോന്ന് ചോദിച്ചാൽ എൻജോയ് ചെയ്യുന്നതാണ് എനിക്ക് തന്നെ പറയാം. മൂവിയിൽ കുറച്ച് വർക്കായ സീൻസ് എന്ന് പറയുന്നത് കുറച്ച് കോമഡീസ് ഉണ്ട്. ഇപ്പോൾ സജിൻ ഗോപിൻ്റെ ആ ഒരു ക്യാരക്ടർ, പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ ഈ ഒരു മൂവിക്ക് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഏത് മീറ്ററാണോ വേണ്ടോ അത് അതുപോലെ തന്നെ പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ കുറച്ച് സോളോ ആയിട്ടുള്ള കുറേ കോമഡി സീക്വൻസ് ഉണ്ട്. പുള്ളിക്കാരൻ്റെ ആ ഒരു ഡയലോഗ് ഡെലിവറി ആയാലും ടൈമിങ്സ് ആയാലും അതൊക്കെ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റൽ സീനുണ്ട്, അത് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു കിഡിലൻ സീക്വൻസ് ആയിരുന്നു. നമ്മളെ ജിസ്മ എന്നാണ് പുള്ളിക്കാരൻ, ഒരു യൂട്യൂബറായിട്ടുള്ള പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അത് നല്ലൊരു അടിപൊളി സീക്വൻസ് ആയിരുന്നു. അതുപോലെ എടുത്തു പറയാൻ പറ്റിയ 2-3 നല്ല അടിപൊളി സീക്വൻസ് ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഒട്ടും കണക്റ്റ് ആവാത്ത ഭയങ്കര ഓവറായിട്ട് തോന്നിയ ഒരുപാട് സീക്വൻസ് ഉണ്ട്. നമ്മൾ മലയാള സിനിമയിൽ ഇതിനു മുമ്പ് കണ്ട ഒരു വലിയൊരു കോമഡി സീക്വൻസ് ഉണ്ട്, ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ജയറാമേട്ടൻ്റെ പഴയ ഒരു മൂവിയിലുള്ള സീക്വൻസ് ആണ്. അതിനെ അതുപോലെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു പോർഷൻ വരെ അല്ലെങ്കിൽ ഒരു കുറച്ച് സെക്കൻഡൊക്കെ ഓക്കെ ഇത് കൊള്ളാമെന്ന് തോന്നുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അത് ഭയങ്കര രീതിയിൽ ഓവറായി പോയപ്പോൾ മൊത്തത്തിൽ ആ ഒരു എൻ്റയർ സീക്വൻസ് തന്നെ എനിക്ക് ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്തു. ആൻഡ് ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് എടുത്തു പറയുന്നത് തന്നെ ചില ക്യാരക്ടേഴ്സിൻ്റെ പ്രസൻറ്റേഷൻ, അതായത് അവരുടെ പെർഫോമൻസിനെക്കാളും അവരുടെ പ്രസൻറ്റേഷൻ എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ക്യാരക്ടറിൽ കൊണ്ടുവന്നതെന്ന് തോന്നിപ്പോയി. എടുത്തു പറയുകയാണെങ്കിൽ അനുശ്വയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, അതായത് പുള്ളിക്കാരിക്ക് ഒരു ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ട്, ഓക്കെ, അതിന് പല സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷേ പുള്ളിക്കാരിനെ ഈ ഒരു ക്യാരക്ടറിൽ, ആ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ ഇതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ കാണുന്ന എല്ലാവരുടെ കൂടെ ഒളിച്ചോടി പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. അങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ്റെ ഇതുപോലത്തെ പല ഇഷ്യൂസും പലവർ ഫേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പല രീതിക്കും ഈ ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. പക്ഷേ ഇതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതെനിക്ക് ഒട്ടും വർക്കാവാത്ത പോലെ തോന്നി. ചിലപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ ചിരിക്കുമായിരിക്കും, പക്ഷേ അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തിനാണ് അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ തോന്നിപ്പോവും. ആൻഡ് ചില ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര ഓവറായിട്ട് തോന്നി. അത് ചിലപ്പോൾ ആ ഒരു മൂവിയുടെ ആ ഒരു എൻ്റയർ മൂഡ് അങ്ങനെ കൊണ്ടുപോകാനായിരിക്കും, അല്ലെങ്കിൽ ആൾക്കാരെ പിടിച്ചിരുത്തി, അല്ലെങ്കിൽ ഇതൊരു കോമഡിയാണ്, അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് ഇങ്ങനെ ആയിരിക്കണം, വൈബ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്യണം, അങ്ങനെ ചെയ്ത പോലെ എനിക്ക് തോന്നിപ്പോയി. ഭയങ്കര ഓവർ എന്ന് പറഞ്ഞാൽ കാമായിട്ട് കാണുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും, പെട്ടെന്ന് ഒരു ടൈമിംഗ് ഇട്ട പോലെ ഭയങ്കര ഓവറായിട്ട് ആ ഒരു പോർഷനെല്ലാം കൊണ്ടുപോകുന്ന പോലെ തോന്നി. പക്ഷേ വർക്കായ അല്ലെങ്കിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്ത ഒരുപാട് ഏരിയാസ് ഉണ്ട്, ഒരുപാട് പെർഫോമൻസ് ഉണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സും ഉണ്ട്. അങ്ങനെ എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ് സജിൻ ഗോപിൻ്റെ ക്യാരക്ടർ. പിന്നെ റോഷൻ ഉണ്ടല്ലോ, നമ്മൾ ആവേശത്തിലൊക്കെ ഉള്ള പുള്ളിക്കാരൻ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് അബു സലീമിൻ്റെ ക്യാരക്ടർ അങ്ങനെ എൻ്റയർ മൂവിയിൽ ഭയങ്കര ഇതൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരൻ വരുന്നതും പുള്ളിക്കാരൻ്റെ കോമഡീസൊക്കെ, പുള്ളിക്കാരൻ ഒരു കസേരയിട്ട് ഇരുന്ന് 2 ഡയലോഗ് അടിച്ചാൽ അതിനെ ചിരി വരും. അങ്ങനത്തെ നൈസായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സും കുറച്ച് പെർഫോമൻസും ഉണ്ട്. ആൻഡ് ചന്തു, നമ്മൾ സലീമേട്ടൻ്റെ മോനെ കൊണ്ടുവരുന്ന ആ ഒരു ക്യാരക്ടർ പ്രസൻറ്റേഷനൊക്കെ കൊള്ളാം. പക്ഷേ ഒരു സലീം കുമാർ ടച്ച് കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചതുപോലെ എനിക്ക് തോന്നി. പല ഏരിയാസിലും സലീമേട്ടൻ സംസാരിക്കുന്ന പോലെയും അല്ലെങ്കിൽ സലീമേട്ടൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടുവരാൻ ശ്രമിച്ചതുപോലെയൊക്കെ തോന്നി. അത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചതുപോലെ പല ഏരിയാസിലും തോന്നി. അത് ഒരു എന്താ പറയുക, നെഗറ്റീവ് എന്നല്ല ഞാൻ പറയുന്നത്. അത് നമ്മൾ ഒരുപാട് കാലമായിട്ട് സലീമേട്ടനെ കാണുകയാണ്. അത് സലീമേട്ടനെ പോലെ സലീമേട്ടനെ മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും പറ്റത്തില്ല. സോ അതുകൊണ്ട് റീക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് വേറൊരു കാര്യം, ഈ ഒരു സിനിമ എല്ലാവർക്കും വർക്കാവും ചോദിച്ചാൽ വർക്കാവാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് വർക്കാവാൻ ചോദിച്ചാൽ എനിക്ക് വർക്കായെങ്കിലും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ ഉണ്ടായിരുന്നു. എനിക്ക് വർക്കാവാത്ത ഒരുപാട് പോർഷൻസ്, ഒരു 100% ഓക്കെ ഞാൻ ഹാപ്പി ആയിട്ട് പുറത്ത് വന്നതെന്ന് ചോദിച്ചാൽ ഇല്ല. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പോലും ഒരുപാട് പേര് ചിരിച്ച പോർഷൻസ് കൊണ്ട് എനിക്ക് ചിരി വരുന്നില്ല. ഓക്കെ, ഇതൊരു കോമഡി ആയിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോൾ, അങ്ങനത്തെ രീതിയിലുള്ള കുറേ കോമഡീസ് ഉണ്ട്. പക്ഷേ നല്ല രീതിക്ക് ചിരിച്ച കോമഡീസും ഉണ്ട്. ആൻഡ് ഈ ഒരു മൂവി കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ്, ജിത്തു മാധവ്, ഡയറക്ടർ ഓഫ് ആവേശം ആൻഡ് രോമാഞ്ചം. ആൻഡ് ഇതൊരു ട്രെയിലർ കണ്ടപ്പോൾ ഇതൊരു മോഡ് മനസ്സിലായി, എങ്ങനെയാണ് സിനിമ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ കോമഡി ആയാലും അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടേഴ്സും പെർഫോമൻസ് ആയാലും എങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലായതുകൊണ്ട് ആ ഒരു മൈൻഡ് തന്നെയാണ് സിനിമ കണ്ടത്. ഭയങ്കര ഡാർക്ക് ഹ്യൂമർ ആയിട്ടുള്ള കോമഡീസ് ആണോ അല്ലെങ്കിൽ അങ്ങനത്തെ ആണോ ചോദിച്ചാൽ അതല്ല. നമ്മൾ ഈ കണ്ടുമടുത്ത ഒരുപാട് ടെംപ്ലേറ്റ് കോമഡീസ് ഉണ്ടല്ലോ, പണ്ട് അതൊക്കെ നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചിരി വരുന്ന സാധനങ്ങളാണ്. പക്ഷേ അതിനെ റീക്രിയേറ്റ് ചെയ്ത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് വർക്കാവത്തില്ല. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഫീലായി. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറിന് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയൊന്നുമല്ല. ഒരു ക്യാരക്ടറിൻ്റെ ലൈഫിൽ, അതായത് സജിൻ ഗോപിൻ്റെ ലൈഫിൽ ആ പുള്ളിക്കാരൻ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ കണക്ട് ചെയ്ത് പിന്നീട് നടക്കുന്ന കുറച്ച് ഇവൻസ് ആണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. സോ അത്രേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു വൺ ടൈം വാച്ച് ആയിട്ടാണ് എനിക്ക് ഈ ഒരു മൂവി ഫീൽ ചെയ്തത്. അല്ലാതെ ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ആയിട്ടുള്ള സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരുപാട് ഓർത്തോർത്ത് ചിരിക്കാൻ വരുന്ന കോമഡീസോ അങ്ങനെയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ജസ്റ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ കോമഡീസ് ഒക്കെ എൻജോയ് ചെയ്ത് പോകുന്നതല്ലാതെ സോ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു 100% സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോമഡി മൂവി ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഇതിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ടൊന്നും എനിക്ക് ഫീൽ ആയില്ല. സോ എന്നാൽ നിങ്ങൾ കണ്ടു നോക്കുക. ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക്
എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പോർഷൻസ് ഉണ്ട്, ഇഷ്ടപ്പെടാത്ത ഒരുപാട് പോർഷൻസ് ഉണ്ട്. അത് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. സോ എന്തായാലും എല്ലാവരും സിനിമ കണ്ട് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.